വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റില്ല ഒരു അടിപൊളി ഐറ്റമാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ചിക്കൻ ഡോണറ്റാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ഇഞ്ചിയും അതുപോലെ 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും വറ്റൽമുളകും പച്ചമുളകും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വറ്റൽമുളക് ഒരു 3 എണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ മല്ലിയില നമുക്ക് ഒരു പിടി മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പച്ചമുളകാണ് കേട്ടോ പിന്നെ എരിവിന് വേണ്ടി. പച്ചമുളകൊന്നും ഒരുപാട് ചേർക്കണില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു പച്ചമുളക് ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അതിങ്ങനെ പൊട്ടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, അരഞ്ഞു വരുമൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തരുതരപ്പായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത്രയേ ആവുള്ളൂ. എല്ലാം കൂടെ ഇങ്ങനെ അരച്ച് വരുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് ചതഞ്ഞു വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ എല്ലില്ലാത്ത ചിക്കൻ ഉണ്ടല്ലോ, അതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം 250 ഗ്രാം ഉണ്ടാവും കേട്ടോ. വെള്ളം ഒട്ടും ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായിപ്പോയാൽ അത് നമ്മുടെ ഇത് ലൂസായി പോവും. പിന്നെ 2 സ്ലൈസ് ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്നും ഒരുപാടൊന്നും വേണ്ട കേട്ടോ, 1/4 ടീസ്പൂൺ തന്നെ മതി. പിന്നെ 1 ടീസ്പൂൺ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല അല്ലെങ്കിൽ മന്തി മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതൊരു ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ബ്രെഡിൽ 2 സ്ലൈസ് ബ്രെഡ് നമ്മൾ ആഡ് ചെയ്തല്ലോ, അപ്പോൾ അതിൽ അത്യാവശ്യം അതിലുള്ള ഉപ്പ് അതിലുണ്ടാവും. പിന്നെ ബാക്കിയുള്ളതിലേക്ക് മാത്രം ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ ചിക്കനൊക്കെ നന്നായിട്ട് അരഞ്ഞു വരണം കേട്ടോ, ആ രീതിയിൽ അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, ഒന്നുകൂടെ നല്ല ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കുക, എന്നാലേ അപ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഉടഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 2 എണ്ണമാണ്, മീഡിയം സൈസിലെ 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ വേവിച്ച് ഉടച്ചിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കരുത്. അത് മിക്സിയുടെ ജാറിൽ ഈ ഒരു ചിക്കൻ്റെ കൂടെ അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഡോ നന്നായിട്ട് ലൂസായി പോവും, ഉരുളക്കിഴങ്ങ് മിക്സിയിൽ ഇട്ട് കൊടുത്താൽ. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ നമുക്ക് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഡോണറ്റിൻ്റെ ഷേപ്പിൽ ഇതൊന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഡോണറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കുക. എന്നിട്ട് നടുവിലായിട്ട് വിരൽ വെച്ചിട്ടൊന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഒട്ടും ലൂസ് ആവാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 8 എണ്ണം കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറച്ചുകൂടെ തിക്കായിട്ട് നമ്മുടെ ഇത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ നമുക്ക് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓരോ റെഡിയാക്കി എടുത്തിട്ടുള്ള ഡോണറ്റും എഗ്ഗിൽ മിക്സ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തിട്ട് നമുക്കിപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഒന്നുകൂടെ കുറച്ചുകൂടെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കോട്ട് ചെയ്താൽ ഒന്നുകൂടെ നല്ല തിക്കായിട്ട് പുറം കോട്ടിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതെല്ലാം കൂടെ ഒറ്റ പ്രാവശ്യം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മുട്ട മിക്സ് ചെയ്ത കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസൊക്കെ ആകെ കട്ട കുത്തൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും അത് ഒരു കോട്ടിങ്ങും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. സെയിം അതെടുത്തിട്ട് വീണ്ടും എഗ്ഗിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ നല്ല തിക്കായിട്ടുള്ള കോട്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ കോട്ടിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്.
അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. ഇത് ചൂടായ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം ഉള്ളിലുള്ള ചിക്കനൊന്നും നമ്മളിത് കുക്കായി വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കുക്കായി വരണം. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ചിക്കൻ ഒരുപാടൊന്നും കുക്കിംഗ് ടൈം വേണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് സമയം ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു കളറാകുമ്പോൾ ഞാൻ ഓയിലിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ചൂടോട് കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തണുക്കുന്നതിന് മുന്നേ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ മയോണൈസിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതൊക്കെ കൂട്ടി കഴിക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കൻ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അതല്ല, അതിലാറ് ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് തരാനും മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്